കണ്ടോ, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ 5 മിനിറ്റ് ഫാൻ ഓഫ് ചെയ്തുള്ളൂ. ഇപ്പൊ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും കണ്ടോ ഫാൻ ഓഫ് ചെയ്ത് ഞാൻ ഇത് കണ്ടോ ഇവിടെ അത്രയും വിയർത്തൊലിക്കണം, അത്രയ്ക്ക് ചൂടാണ്. ഹായ്, എല്ലാവരും സുഖമായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ നല്ല നല്ല ടിപ്സുകളാണ് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിൽ കുറച്ച് പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വ്ളോഗ്സ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ വ്ളോഗ്സും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വ്ളോഗ് ചെയ്ത് ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ ധൃതി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് വെൽഡ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരുപാട് നല്ല ഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം വീഡിയോ എടുക്കാനായിട്ട് വലിയ ടൈമൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1 മണി വരെ ആയി, 1:30 വരെ ആയി. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ്. അപ്പം കുറച്ച് ഗ്യാപ്പ് ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. ആ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം എന്തെങ്കിലും ഡിസ്റ്റർബൻസോ എന്തെങ്കിലും നെഗറ്റീവ്നെസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ സമ്മർ ടൈമിൽ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യണം, നല്ലപോലെ സ്കിന്ന് നല്ല ഹെൽത്ത് ഉൾപ്പെടെ നല്ല രീതിയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്കിന്ന്, ഹെയർ, ഹെൽത്ത് ഇതൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. ഭയങ്കര ചൂടാണ് നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ ഫെബ്രുവരി ആയപ്പോഴേ വേനൽ തുടങ്ങി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴാണ് തുടങ്ങാറ്. ഇപ്പം നമുക്ക് ഫെബ്രുവരി തുടങ്ങിയപ്പോഴേ നല്ലപോലെ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണം. എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. ഫെബ്രുവരി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒട്ടും ഈ 10 മണിയുടെ വെയിൽ പോലും നമുക്കിപ്പം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇതിൽ നല്ലപോലെ കൂടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുക. ഇപ്പം ഇനി തണ്ണിമത്തനൊക്കെ വരുന്ന സീസണാണ്. അപ്പം അതായത് വാട്ടർമെലനൊക്കെ വരുന്ന സീസണാണ്. വാട്ടർമെലൻ, കിരൺ അതൊക്കെ നല്ല ചീപ്പ് റേറ്റിലൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. നല്ല രീതിയിൽ നിങ്ങളത് ഷുഗറൊക്കെ മാക്സിമം കുറയ്ക്കണം കേട്ടോ. നല്ല ഐസൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഐസ് വേണ്ടാന്നുള്ളവർ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചിട്ടായാലും ഷുഗർ ഇടണ്ട. തണ്ണിമത്തനിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്. നമ്മൾ അത് തന്നെ അങ്ങനെ ജ്യൂസാക്കി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതൊരു നൊങ്ക്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നൊങ്കുണ്ടല്ലോ, അതിന്റെ ഇംഗ്ലീഷ് ഒന്നും ഓർമ്മ വരുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. നൊങ്ക്, അതും നല്ലതാണ്, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. എപ്പോഴും നമ്മുടെ ശരീരം ഈ ചൂട്, നമുക്കിപ്പോൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, അതിനേക്കാളും ഒത്തിരി സഹിക്കാൻ പറ്റാത്ത ചൂടാണ് വെളിയിൽ. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടും കൂളാക്കിയും വെക്കാനായിട്ട് ശ്രമിക്കുക. പനികളൊന്നും വരുത്തി വെക്കരുത്. ഇല്ലാത്ത അസുഖങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം വെറൈറ്റി അസുഖങ്ങളൊക്കെയാണ് വരുന്നത്. പനികളിലായാലും എന്തിലൊക്കെ ആയാലും അതെല്ലാം മാക്സിമം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്കൊരു പനി വന്ന 1.5 ആഴ്ച അഡ്മിറ്റായും തളർന്നൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഇപ്പം സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ നല്ലപോലെ കഴിക്കുക. കണ്ടോ, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ 5 മിനിറ്റ് ഫാൻ ഓഫ് ചെയ്തുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും കണ്ടോ ഫാൻ ഓഫ് ചെയ്ത് ഞാൻ ഇത് കണ്ടോ ഇവിടെ അത്രയും വിയർത്തൊലിക്കണം, അത്രയ്ക്ക് ചൂടാണ്. അത്രയ്ക്ക് വീട്ടിനകത്ത് ഇത്രയ്ക്ക് ചൂടാണെങ്കിൽ വെളിയിൽ എന്തുമാത്രം ചൂടായിരിക്കും. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്ന നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ ബ്രദർ, അച്ഛൻ, അമ്മ, ഇവർ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും ഈ തീവ്രമായിട്ടുള്ള വെയിൽ കൊള്ളുന്നത് കുറയ്ക്കണം. കുട യൂസ് ചെയ്യണം, ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള സൺറൈസ് അടിക്കാതിരിക്കുക. സൂര്യാഘാതമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം ന്യൂസുകളിലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും, പാലക്കാട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല ഇതുപോലെ ന്യൂസൊക്കെ വന്നു തുടങ്ങും. അത്രയ്ക്ക് തീവ്രമാണ് ചൂട്. അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. സ്കിന്നായാലും ഹെയർ ആയാലും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലപോലെ ഹെൽത്ത്, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡും അതുപോലെ ഇരിക്കണം. നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കണം, വെള്ളം കുടിക്കണം. ഞാൻ വീണ്ടും അത് പറയുന്നത് ബോറടിക്കാനല്ല, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ സ്കിൻ കെയർ വീഡിയോയിൽ നമ്മൾ ഏത് ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നതും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു ബൗൾ എടുക്കാം. കഴുകി വൃത്തിയാക്കി ഒരു കുഞ്ഞു ബൗൾ എടുത്താൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമൊക്കെയുള്ള ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ 1 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടീസ്പൂൺ എടുക്കുന്നതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ചേർക്കുന്നത്. ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ജീരകമാണ്. അതും 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കുക. ടീസ്പൂൺ അളവിൽ ഞാനിവിടെ എടുക്കുന്നതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളെടുത്ത 2 ഇൻഗ്രീഡിയൻറ്റിലേക്കും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവർനൈറ്റ് വെക്കുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുതിർന്ന് വരും. ഈ 2 സാധനവും 2 ഇൻഗ്രീഡിയൻറ്റും നല്ല രീതിയിൽ കുതിർന്ന് വരും. അതേസമയം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിരാതെ നമുക്ക് ഈ ഒരു ക്രീം ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർനൈറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി പകൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ, അതായത് നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുൻപേ, തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് വേണം. എങ്കിലേ ഇത് അത്യാവശ്യം നല്ലപോലെ സോക്കായിട്ട് വരികയുള്ളൂ. ഉലുവയും ജീരകവും കുതിർക്കാൻ വെച്ച വെള്ളം ഉപയോഗിക്കരുത്. കാരണം അത് നോക്കിയാൽ തന്നെ അറിയാം നല്ലപോലെ അഴുക്കുണ്ട്. അതൊരിക്കലും ഉപയോഗിക്കരുത്. ആ വെള്ളത്തിൽ തന്നെ, കുതിർക്കാൻ വെച്ച അതേ വെള്ളത്തിൽ തന്നെ ഉലുവയും ജീരകവും നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളൂല എന്നുള്ളത്. തീർച്ചയായിട്ടും സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം ഉപയോഗിക്കുകയേ ചെയ്യരുത്. ആ വെള്ളം കംപ്ലീറ്റ് കഴുകി കളഞ്ഞിട്ട് ഒന്നുകൂടെ പറ്റുമെങ്കിൽ നല്ലപോലെ ഒന്ന് എടുക്കുക. അതിനുശേഷം നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വരുള്ളൂ. ഒരുപാട് വെള്ളം ആയി പോരുത്, ഒരുപാട് വെള്ളം ചേർക്കരുത്. ഉലുവയും ജീരകവും നല്ല പേസ്റ്റായി അരഞ്ഞു വരാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ചെറിയ ബൗളിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ പേസ്റ്റാക്കി അരച്ചെടുത്ത ആ ഉലുവയുടെയും ജീരകത്തിൻ്റെയും ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല ഫ്രഷ് ക്രീം കിട്ടും. ഉലുവയും ജീരകവും ഒരേ ക്വാണ്ടിറ്റിയിലിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രീമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യേണ്ട, അല്ലാതെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യുക, അലോവേറ ജെല്ല് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അലോവേറ ജെല്ല് നമ്മളിവിടെ 1 ടീസ്പൂൺ നിറയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം ബാക്കി 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അലോവേറ ജെല്ല് ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ യൂസ് ചെയ്ത 3 ഇൻഗ്രീഡിയൻറ്റ് ഒരുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ടും ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആകുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. മിക്സിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ലൈറ്റ് ആയിട്ടുള്ളതും വളരെ സോഫ്റ്റാണ്, വളരെ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഷൈനിങ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. കണ്ടോ, ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് അബ്സോർബ് ആണ്, നല്ലൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടുകയാണ്. കണ്ടോ, നമ്മൾ ക്രീം തയ്യാറാക്കി എടുത്തതിൻ്റെ ഒരു വൈറ്റ് കാസ്റ്റും കാണുന്നില്ല. നമ്മൾ ഉലുവയും ജീരകമൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വൈറ്റ് കാസ്റ്റും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ് കിട്ടും, നല്ലപോലെ ഗ്ലോ ചെയ്യും. ഇനി നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു ടെക്സ്ചറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, കുറച്ച് സ്റ്റിക്കി ആയുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഫേസിലേക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ അബ്സോർബ് ആവാൻ വേണ്ടി കുറച്ച് ലൂസാക്കി തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എല്ലാ വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക, ഹെയർ ബാക്കിലോട്ട് കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് ഫേസിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് തുടച്ച് മാറ്റാം. നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് വളരെ ലൈറ്റായിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് നമ്മുടെ ഫേസിൽ നല്ല ഡാർക്ക് മാർക്കുള്ള സ്പേസിലൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ നല്ലപോലെ ഒന്ന് റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ കവറേജ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണിൽ കുറച്ചുകൂടെ ഒരു ഡബിൾ കവറേജ് കൊടുത്ത് ഫേസിലും നെക്കിലും ആയിട്ട് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു നേരം നമ്മുടെ ഫേസിലും നെക്കിലും കൂടെ ആയിട്ട് ഡബിൾ കവറേജ് കൊടുത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് വരികയോ വേസ്റ്റ് ആവുകയോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രഷായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, അപ്പോൾ തന്നെ യൂസ് ചെയ്യുക. ഇത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യരുത്. ഫ്രഷായിട്ട് തന്നെ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഫേസിലേക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിനിടയിൽ നമ്മുടെ ഫേസ് പാക്ക് നല്ല രീതിയിൽ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഫേസ് പാക്ക് വെറ്റ് ചെയ്യാം. എന്നിട്ട് മസാജ് ചെയ്ത് നമുക്ക് ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് എങ്കിലും മിനിമം നമുക്ക് ഫേസിൽ ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കാം. കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ്. ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഗുണം എന്ന് പറയുന്നത് മുഖക്കുരുവൊക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നല്ലപോലെ മാറാനായിട്ട് സഹായിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് 1.5 മാസം യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ഇതിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓവർനൈറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. കാരണം
നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടോട്ടലി യൂസ് ചെയ്യുന്നത് 3 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. അഥവാ നിങ്ങൾക്ക് രാത്രി ചെയ്യാൻ സമയം കിട്ടിയില്ല, നിങ്ങൾ മറന്നു പോയി എന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക. മിനിമം ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ലപോലെ സോക്കായി വരും. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഈ 2 ഇൻഗ്രീഡിയൻറ്റും ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ആ 2 ഇൻഗ്രീഡിയൻറ്റും നല്ലപോലെ കുതിർന്ന് വരും. അപ്പോൾ നല്ല കുതിർന്ന് വന്ന പരുവത്തിലേ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഓൾറെഡി ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ ഇന്ന ഇൻഗ്രീഡിയൻസ് എനിക്ക് അലർജിയാണ്, എൻ്റെ സ്കിന്നിൽ അലർജി ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് ടോട്ടലി നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഇനി എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ നെക്കിലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അത് എൻ്റെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്ന ഏത് ഫേസ് പാക്ക് ആയാലും ഏത് സംഭവങ്ങളായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാവൂ. അലർജറ്റിക് ആയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കിഡിലാണ്. നമ്മൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്ന നല്ല റിസൾട്ട് കിട്ടുന്നതും. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന പിമ്പിൾസ് വന്നു പോയതിനു ശേഷമുള്ള ഡാർക്ക് മാർക്സ് ഉണ്ടല്ലോ, അത് നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. യൂസ് ചെയ്ത് നോക്കൂ. 1.5 മാസമെങ്കിലും മിനിമം യൂസ് ചെയ്യണം. എന്നാൽ അത്രയ്ക്കൊരു നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുഡിന്റെ കാര്യങ്ങളിലും ഈ ജങ്ക് ഫുഡ്സ്, കറുത്തത്, വരച്ചത്, പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക. കഴിക്കേണ്ട എന്നല്ല, റെഡ്യൂസ് ചെയ്യുക. എനിക്കായാലും അതിനോടൊക്കെ കൊതി വരും. ഞാനും ഇതെല്ലാം കഴിക്കുന്ന ഒരാൾ തന്നെയാണില്ല ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫേസ് പാക്കിന്റെ കൂടെ നമുക്ക് പാരലായിട്ട് ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് കോൺഷ്യസ് ആവുക. കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുക. ചില ആൾക്കാർ പറയും 80-90 കിലോ ഉണ്ടെങ്കിൽ 5-6 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയും. അത്ര ഒന്നും വേണ്ട. ഒരാൾ മിനിമം 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. അതെങ്കിലും വയറ്റിൽ പോകണം. അത് കുടിച്ചതിന് ശേഷമല്ലേ പിന്നെ 4, 5, 6 ഒക്കെ വരുന്നുള്ളൂ. അപ്പം മിനിമം 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സീസണൽ ഫ്രൂട്ട്സ് കിട്ടും, അതും കൺസ്യൂം ചെയ്യുക. നല്ലതാണ് നമ്മുടെ സ്കിന്നിനും നല്ല ഹെൽത്തിനും നമ്മുടെ ഹെയറിനൊക്കെ നമ്മുടെ വെൽ ബീയിങ്ങിനൊക്കെ നല്ല ഗുണങ്ങൾ തരുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കുന്ന രീതിയും അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറയുന്ന അതേ അളവിലൊക്കെ എല്ലാം തയ്യാറാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഫ്രീ ആയി കിട്ടുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയം നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് കണ്ടെത്തി ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2, 3, 4 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ആ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം യൂസ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ അത്രയ്ക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക തന്നെ വേണം, എങ്കിലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാല്ല, ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഫാസ്റ്റ് ആയി പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ പണി കിടക്കുകയാണ്. അപ്പം വീണ്ടും ഒരു 2 മണി, ഇപ്പം സമയം ഒരു 1:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവർ തിരിച്ച് വന്ന് വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു ഫ്രീ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയി പോയതിനൊന്ന് ക്ഷമിക്കണം. കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമന്റ് ബോക്സിലൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.